നമസ്കാരം, ജനയുഗം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം. 2025-26 സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇന്ത്യ ജപ്പാനെ മറികടന്ന് ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്ന IMFിൻ്റെ വിലയിരുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇത് കേട്ടപാടെ രാജ്യം ഭരിക്കുന്ന BJP അടക്കമുള്ള സംഘപരിവാരങ്ങൾ ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ വലിയ ശക്തിയായി എന്ന് വിളംബരം നടത്തി. എന്നാൽ എന്താണ് എന്ന് മനസ്സിലാക്കാതെയായിരുന്നു കേന്ദ്രങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾ. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ GDPയിൽ 4ാമതായാലും അത് നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയെയും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതാവസ്ഥയുമല്ല കാണിക്കുന്നത്. IMFിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് പ്രതിശീർഷ വരുമാനത്തിൽ ഇന്ത്യ വളരെ പിന്നിലാണ്, അതായത് 141ാം സ്ഥാനത്ത്. BJP അധികാരത്തിലെത്തിയ നാൾ മുതൽ ആസൂത്രണ കമ്മീഷനെ ഇല്ലാതാക്കി നീതി ആയോഗാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ സംഘപരിവാരങ്ങൾ വളരെ പരിഹാസ്യമായ വിധത്തിലാണ് പാകിസ്ഥാനുമായി ഇന്ത്യയെ താരതമ്യം ചെയ്തത്, ഇന്ത്യയുടെ വളർച്ചയെ കാണിക്കുന്നതും. എന്നാൽ വൻ സാമ്പത്തിക ശക്തികളുമായി ഇന്ത്യയെ താരതമ്യം ചെയ്യാൻ ഇവർ തയ്യാറാകുന്നില്ല. സാമ്പത്തിക ശക്തിയിൽ 10ാം സ്ഥാനത്തുള്ള ബ്രസീലുമായി പോലും താരതമ്യം ചെയ്യാനാകാത്തത്ര പിന്നിലാണ് ഇന്ത്യ എന്നതാണ് യാഥാർത്ഥ്യം. ബ്രസീലുകാരുടെ 4/1 ഇന്ത്യക്കാരുടെ പ്രതിശീർഷ വരുമാനം. പതിറ്റാണ്ടുകളായി പാശ്ചാത്യ ഉപരോധം നേരിടുന്ന ഇറാൻ പോലും ഇന്ത്യക്ക് മുന്നിലാണ്. മോഡിയുടെ സർജിക്കൽ സ്ട്രൈക്കായി പ്രഖ്യാപിച്ച നോട്ട് നിരോധനം പോലെയുള്ള മണ്ടത്തരങ്ങളും കോർപ്പറേറ്റ് പ്രീണനങ്ങളും നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ കാർഷിക മേഖലയെയും ചെറുകിട വ്യവസായ കച്ചവട മേഖലയും തളർത്തി ഇരുന്നെന്നല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട സാമ്പത്തികസ്ഥിതി രാജ്യവും ജനങ്ങളും കൈവരിക്കുമായിരുന്നു. ഇന്ത്യയിലെ ആകെ സമ്പത്തിന്റെ 58% മേൽത്തട്ടിലെ 1% അതിസമ്പന്നരിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് എന്നാണ് കണക്ക് കാണിക്കുന്നത്. മേൽത്തട്ടിലെ 10% കണക്കെടുത്താൽ രാജ്യത്തെ ആകെ സമ്പത്തിന്റെ 80% അവരുടെ കയ്യിലാണ്. അതായത് അവശേഷിക്കുന്ന 20% സമ്പത്ത് മാത്രമാണ് 90% ജനങ്ങൾ കൂടിയുള്ളത്. അവരിൽ ഗണ്യമായ ഇടത്തരക്കാരുടെ സമ്പത്ത് കഴിച്ചാൽ ജനസംഖ്യയിൽ പകുതിയിലധികവും കഴിഞ്ഞുകൂടാൻ പാടുപെടുകയാണ്. ഏതാനും വൻകിട മുതലാളിമാരെ സന്തോഷിപ്പിക്കാനും അതുവഴി BJPയുടെ ആസ്തി വർദ്ധിപ്പിക്കാനും മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ള നയങ്ങളാണ് രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്നത്. രാജ്യത്തിന്റെ GDP വളർച്ചയിൽ 2024-25 വർഷത്തിൽ വൻ ഇടിവ്. 6.5% GDP വളർച്ചയെന്ന് കേന്ദ്ര സ്ഥിതിവിവര മന്ത്രാലയം അറിയിച്ചു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 2.7% ഇടിവ്. കോവിഡിന് ശേഷമുള്ള 4 വർഷത്തെ ഏറ്റവും കുറഞ്ഞ GDP വളർച്ചയാണിത്. 2021-22 9.7-ഉം 2023-24 9.2% സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച. 2024-25 വർഷത്തിന്റെ 4ാം പാദത്തിൽ കൈവരിച്ച 7.4% വളർച്ചയാണ് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ 6% മുകളിലായി പിടിച്ചു നിർത്തിയത്. അതല്ലെങ്കിൽ സ്ഥിതി കൂടുതൽ ദയനീയമാകുമായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഏറെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ഫെഡറലിസം. എന്നാൽ ഫെഡറൽ തത്വങ്ങൾ മറന്നാണ് കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ സർക്കാർ ചെയ്യുന്നത്. അവർ ഭരണഘടനയെ വെറും നോക്കുകുത്തിയാക്കുകയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് വലിയ താല്പര്യവും അവർ ഭരണമില്ലാത്ത കേരളത്തോട് വലിയ വിവേചനവുമാണ് കാട്ടുന്നത്. ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ മാതൃകയാകുകയാണ് കേരളം. വിവിധ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ എടുത്തു പറയേണ്ടതാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. BJP സർക്കാർ 2014 അധികാരമേറ്റത് മുതൽ റിപ്പബ്ലിക്കിന്റെ ഫെഡറൽ സ്വഭാവം തകർക്കാൻ ശ്രമം നടത്തുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ സഹായം ലഭ്യമാക്കുന്നത് മുതൽ വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ വിഷയങ്ങളിൽ വരെ അനീതി നേരിടുന്നു. ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ ഏറ്റവും കടുത്ത കടന്നാക്രമണം നേരിടുന്ന സംസ്ഥാനമാണ് കേരളം. 2018 മഹാപ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കാൻ കേരളത്തിന് കേന്ദ്രം അനുമതി നിഷേധിച്ചു. കാലപ്പഴക്കം വന്ന ചട്ടങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വിദേശ ഫണ്ട് വാങ്ങുന്നത് രാജ്യത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന ന്യായവുമാണ് അന്ന് കേന്ദ്രം മുന്നോട്ട് വെച്ചത്. ഇപ്പോഴാകട്ടെ BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ സഹായം സ്വീകരിക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നു. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയമുണ്ടായ 2018 സംസ്ഥാനത്തെ 50,000-ൽ പരം കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായി. 500ഓളം പേർ മരിക്കുകയും 15 ലക്ഷത്തോളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ഭീഷണി നേരിട്ടപ്പോൾ നാട്ടിലെ സർവ്വ മനുഷ്യരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. ദുരന്തത്തിന്റെ വൈപുല്യം പരിഗണിച്ച് വിദേശ മലയാളികളുടെ മുൻകൈയിൽ വിദേശത്ത് നിന്ന് സഹായം സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചു.
ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്താൻ വൻതോതിൽ വിഭവങ്ങൾ വേണ്ടിവരും. ആഭ്യന്തരമായി സമാഹരിക്കുന്ന സമ്പത്ത് വഴി ആവശ്യങ്ങൾ നിറവേറ്റാൻ തികയാതെ വന്നേക്കാമെന്ന് ലോകത്തിന് ബോധ്യമുണ്ട്. UAE സർക്കാർ കേരളത്തിന് 700 കോടി രൂപ വാഗ്ദാനം ചെയ്തു. മാലദ്വീപ്, ഖത്തർ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളും വാഗ്ദാനം ചെയ്ത സഹായം സ്വീകരിക്കാൻ കേരളത്തെ കേന്ദ്രം അനുവദിച്ചില്ല. ദുരിതാശ്വാസ ഫണ്ട് സമാഹരിക്കാൻ മന്ത്രിതല സംഘങ്ങൾക്ക് വിദേശയാത്ര നടത്താൻ അനുമതി നിഷേധിച്ചു. 2001 ഫുജി ഭൂകമ്പത്തെ തുടർന്ന് ഗുജറാത്ത് വിദേശ സഹായം സ്വീകരിച്ചത് മറച്ചു പിടിച്ചാണ് കേന്ദ്രം കേരളത്തോടെ കരുണയില്ലാതെ പെരുമാറിയത്. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് വിഹിതം നൽകുന്നതിലും സംസ്ഥാനങ്ങളെ പലതട്ടിൽ പരിഗണിക്കുമെന്ന പരാതി ശക്തമാണ്. രക്ഷാപ്രവർത്തനം നടത്തിയ സൈനിക ഹെലികോപ്റ്ററുകളുടെ വാടക പോലും കേരളത്തിനുള്ള ഫണ്ടിൽ നിന്ന് തട്ടിക്കിഴിച്ചു. BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് ദുരിതാശ്വാസ ഫണ്ട് യഥേഷ്ടം നൽകുകയും ചെയ്യുന്നു. വയനാട് ദുരന്ത നിവാരണ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 529 കോടി രൂപ കേരളത്തിന് വായ്പയായി അനുവദിച്ച് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. 45 ദിവസത്തിനകം ചെലവഴിച്ച് തീർക്കണം എന്ന നിബന്ധനയും കേന്ദ്രം വെച്ചു. അതേസമയം മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റായാണ് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പണം നൽകിയത്. ദുരന്തം അനുഭവിക്കുന്നവർക്ക് സഹായം നൽകണം. അതിന് അവർക്ക് സഹായം ആര് നൽകിയാലും സ്വീകരിക്കണം. രാഷ്ട്രീയ വിഷയമായല്ല, ജനജീവിതം മെച്ചപ്പെട്ട നിലയിൽ സംരക്ഷിക്കാനുള്ള പ്രവർത്തനമാണ് ദുരിത നിവാരണ നടപടികളെ എല്ലാവരും കാണേണ്ടത്. രാഷ്ട്രീയ വിവേചനത്തിനും ഇരട്ട നീതിയുമാണ് കേരളത്തോട് ഇവർ കാണിക്കുന്നത്. ഇതിനുവേണ്ടി കേരളത്തിലെ BJPക്ക് ഒപ്പം കൈകോർക്കുകയാണ് കേരളത്തിലെ UDFും. ജനയുഗം പൊളിറ്റിക് പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.